നമസ്കാരം. ശിവമന്ത്രങ്ങളാൽ മുഖരിതമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ശിവരാത്രിയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന സായം സന്ധ്യയാണ് ഇന്ന്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി രാത്രിയാണ് ശിവസ്മരണയോടെ നാം കഴിച്ചുകൂട്ടുന്നത്. കൈലാസഗിരി മുതൽ ചെറിയൊരു കൂവള ഇലയിൽ വരെ ശിവസ്വരൂപത്തെ കണ്ട് ആരാധിക്കുന്ന പുണ്യദിനം. കലിയുഗത്തിൽ മന്ത്രജപത്തിനാണ് ഏറെ പ്രാധാന്യം. നിരന്തരമായ ജപം കൊണ്ട് അന്ധകരണ ശുദ്ധി വന്ന നിർമ്മലമായ ഹൃദയത്തിലെ ഈശ്വര ചൈതന്യം സ്ഫുരിക്കൂ. അതിനുള്ള ശ്രേഷ്ഠ മന്ത്രമാണ് നമശിവായ മന്ത്രം. ശിവമന്ത്രത്തിന് മംഗളാർത്ഥം കൂടാതെ പ്രകാശസ്വരൂപൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. ജ്ഞാനസ്വരൂപമായ പ്രകാശം സമസ്ത ജീവജാലങ്ങളിലും ചൊരിയുന്നവനാണ് ശിവൻ. അജ്ഞാന സമുദ്രത്തിൽ മുഴുകിക്കിടക്കുന്ന ജീവജാലങ്ങൾക്ക് ജ്ഞാനപ്രകാശം വിതറുന്ന മന്ത്രമാണ് നമശിവായ. യഥാർത്ഥമായ ജ്ഞാനം നേടുമ്പോഴേ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. ആ ആനന്ദാനുഭവം പകർന്നു തരുവാനുള്ള ശക്തി നമശിവായ മന്ത്രത്തിനുണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ സംഹാരഭാവമാണ് ശിവന്. സംഹരിക്കുക എന്നാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നല്ല അർത്ഥം. തന്നിലേക്ക് ലയിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇനി ഗുരുവചനം കേൾക്കാം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. ശ്രീബുദ്ധൻ. തുടർന്ന് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയ സരസിജേ ദീപ്തമോദ്യത് പ്രകാശം സത്യം ശാന്തസ്വരൂപം സകലമുനിമന പത്മഷണ്ഡൈകവേദ്യം ജാഗ്രത് സ്വപ്നെ സുഷുപ്തൗ ത്രിഗുണവിരഹിതം ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഹൃദയമാകുന്ന താമരയിൽ ഉജ്ജ്വലിച്ച് പ്രകാശിക്കുന്ന സത്യത്തെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിലും അറിയപ്പെടേണ്ട ശ്രീ പരമേശ്വരനെ സ്മരിക്കുന്നില്ലല്ലോ എന്ന അപരാധം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 11-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം.
ശാങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. വ്യത്യസ്ത ദശകളിൽ അഥവാ അവസ്ഥകളിൽ വേണ്ടതുപോലെ ഉപാസനകൾ അഥവാ സൂക്ഷ്മ സാധനകൾ സത്കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് അത്തരം അപരാധങ്ങൾക്ക് ക്ഷമായാചന ചെയ്യുകയാണ് പരമേശ്വരനോട്. ഇവിടെ പറയുന്നത് ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയസരസിജേ ദീപ്തമുദ്യത് പ്രകാശം സത്യം ശാന്തസ്വരൂപം സകലമുനിമന പത്മഷണ്ടൈകവേദ്യം ജാഗ്രസ്വപ്നെ സുഷുപ്തൗ ത്രിഗുണവിരഹിതം ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ഹൃദ്യമായ അങ്ങേയറ്റം ഹൃദയത്തിന് യോജിക്കുന്ന സകല ഹൃദയങ്ങളിലും നിവസിക്കുന്ന മനോഹരമായ, അങ്ങനെയും അർത്ഥം പറയാം, അങ്ങനെയുള്ളതായ വേദാന്തവേദ്യം, വേദാന്തങ്ങളിലൂടെ അറിയപ്പെടേണ്ടവനെ, വേദാന്തവേദ്യ ഹൃദയ സരസിജേ ദീപ്തം, ഹൃദയമാകുന്ന സരസിജത്തിൽ താമരയിൽ ദീപ്തമായി ഉജ്ജ്വലിച്ച് പ്രകാശിക്കുന്ന, എല്ലാ ജീവരാശികളിലും ഞാൻ എന്ന ഭാവേന ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അങ്ങനെയുള്ള സത്യത്തെ, എങ്ങനെയുള്ള ഉദ്യത് പ്രകാശം, ഉയരുന്ന പ്രഭയോടൊത്ത. താത്പര്യം വിചാരം ചെയ്യുന്ന സാധകരാൽ സ്വന്തം ഹൃദയത്തിൽ ഉദിച്ചുയർന്ന പ്രകാശരൂപമായിട്ട് പരമമായ സത്യസ്വരൂപൻ ധ്യാനിക്കപ്പെടുന്നു. അങ്ങനെ ഉദ്യത് പ്രകാശമായിരിക്കുന്ന, ഉദിക്കുന്ന പ്രകാശത്തോടൊത്തവനായ സത്യം, സത്യത്തെ, സത്യസ്വരൂപനെ, സകല പ്രപഞ്ചത്തിനും അഥവാ പ്രപഞ്ചവികാരങ്ങൾക്കും സത്യത്വത്തെ നൽകുന്നവനെ, ഉണ്മയെ നൽകുന്നവനെ. എന്തുള്ളതിനാൽ എല്ലാം ഉണ്ടോ? ഉപനിഷത്തിൻ്റെ ഭാഷയിൽ തസ്യ ഭാസാ സർവമിതം വിഭാതി, അതിൻ്റെ പ്രകാശത്താൽ എല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഏതൊരുണ്മയാൽ എല്ലാം ഉള്ളതായി ഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സത്യത്തെ, എങ്ങനെയുള്ള സത്യത്തെ? ശാന്തസ്വരൂപം, ശാന്തമായ സകല വികൃതികളും, സൃഷ്ടി സ്ഥിതി സംഹാരാദിയായ സകല വൃത്തികളും അഥവാ വികൃതികളും പ്രശാന്തമായ, ശമിച്ച. അങ്ങനെ സമഷ്ടിയുടെ തലത്തിൽ നിന്നല്ലാതെ പറയുകയാണെങ്കിൽ പലതിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടുന്ന വൃത്തിവിശേഷങ്ങളെല്ലാം അടങ്ങി ഒതുങ്ങി മനസ്സ് പ്രശാന്തമായിരിക്കുന്ന സ്ഥിതിവിശേഷം, ശാന്തമായ സ്വരൂപത്തോടൊത്ത. സകല മുനിമന പത്മഷണ്ടൈകവേദ്യം, സകല മുനിജനങ്ങളുടെയും മുനിമാരുടെയും മനസ്സാകുന്ന പത്മഷണ്ടത്താൽ മാത്രം അറിയപ്പെടുന്ന, പത്മഷണ്ടം താമര, മുനിജനങ്ങളുടെ മനസ്സിനെ താമരയായി കൽപ്പിച്ചിരിക്കുകയാണ്. സദാ സത്യത്തെക്കുറിച്ച് മനനം ചെയ്യുന്നവനാണ് മുനി. മുനി മിണ്ടാതിരിക്കുന്നവനല്ല. പലപ്പോഴും മൗനം എന്നുള്ളതിന് നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് സ്ഥൂലമായ അർത്ഥം മനസ്സിലാക്കും. ബാഹ്യമായി മിണ്ടാതിരുന്നാലും അകം വാചാലമാക്കാം, വിക്ഷുബ്ധമാക്കാം. അതുകൊണ്ട് ബാഹ്യമായ മൗനമല്ല മൗനം. മറിച്ച് വേദാന്ത ദൃഷ്ടിയിൽ മൗനം എന്നത് നിരന്തരമായ മനനമാണ്. ആ നിരന്തരമായ മനനത്താൽ മറ്റ് വ്യാപാരങ്ങൾ സ്വാഭാവികമായി ഇല്ലാതാകുകയാണ്, അല്ലാതെ വ്യാപാരങ്ങളെ ഇല്ലാതാക്കുകയല്ല. അങ്ങനെ മനനശീലന്മാരായ, മൗനത്തെ അവലംബിക്കുന്നവരായ മുനിമാർ, ആ മുനിമാരുടെ മനസ്സിനെയാണ് ഇവിടെ പത്മഷണ്ഡമായിട്ട്, താമരയായിട്ട് കൽപ്പിച്ചിട്ടുള്ളത്. ആ താമരയാൽ മാത്രം അറിയപ്പെടേണ്ടത്, ഇതര വിപരീത വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ പിന്തിരിപ്പിക്കപ്പെട്ട മനസ്സ്, സദാ സത്യത്തെക്കുറിച്ചുള്ള മനനത്തിൽ വ്യാപരിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ള മനസ്സിനാൽ മാത്രം അറിയപ്പെടുന്നത്.
അതാണ് സകല മുനിമന പത്മഷണ്ടൈകവേദ്യം. ജാഗ്രസ്വപ്നേ സുഷുപ്തൗ ത്രിഗുണവിരഹിതം. ജാഗ്രസ്വപ്നത്തിലും സുഷുപ്തിയിലും, ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ നമ്മൾ നിത്യവും കടന്നു പോകുന്ന 3 അവസ്ഥകളാണിവ. ഈ 3 അവസ്ഥകളിലൂടെ നിത്യവും പരിഭ്രമിച്ചിട്ടാണ് നമ്മുടെ ജീവൻ്റെ ഗതി. ഇതിൽ ഓരോ അവസ്ഥയിലും സാത്വികവും രാജസികവും താമസികവുമായ ഭാവങ്ങളോടൊത്ത് ആത്മതത്വം പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ രാജസികം, സാത്വികം, താമസികമെന്നോ മറ്റോ പല പ്രകാരത്തിൽ നമ്മൾ വൃത്തികളെ കണ്ടെന്നിരിക്കാം. എന്നാൽ പരമാർത്ഥത്തിലോ പറയാണ് ത്രിഗുണവിരഹിതം. ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അതവസ്ഥകൾക്കനുസരിച്ച് വൃത്തിയുള്ളതായി പുറമേ കാണപ്പെടുമ്പോഴും വാസ്തവത്തിൽ ത്രിഗുണവിരഹിതമാണ് സത്യം. ആ ത്രിഗുണവിരഹിതമായ സത്യാത്മാവും ശിവനും തമ്മിലുള്ള അഭേദത്തെയാണ് ഇവിടെ പറയുന്നത്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ എന്ന് ദക്ഷിണാമൂർത്തിയെ നമിക്കുമ്പോൾ പറയുന്നത് ഓർമ്മിക്കുക. അവിടെ ആത്മസ്വരൂപം തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ആത്മസ്വരൂപം. ഈ ഒരു അനന്യഭാവത്തെ അല്ലെങ്കിൽ അനന്യ ദർശനത്തെ നേടിയിരിക്കുകയാണ്. മുനിമാരുടെ മനസ്സാകുന്ന താമരകളാൽ മാത്രം അറിയപ്പെടേണ്ടതും ത്രിഗുണവിരഹിതവുമായ തത്വം. അങ്ങനെയുള്ള ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ, എൻ്റെ അപരാധം ക്ഷമിക്കപ്പെടേണ്ടതാണ്. ശിവ 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 ശ്രീ മഹാദേവശംഭോ എന്ന് പല പ്രാവശ്യം പല പേര് വിളിച്ച് പ്രാർത്ഥിച്ച് ക്ഷമായാചന ചെയ്യാണ് ക്ഷന്തവ്യോമേ പരാധായെന്ന്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ എല്ലാ സൗകുമാര്യങ്ങളും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ആവാസസ്ഥാനം കരമന നീറമൺകര മഹാദേവ ക്ഷേത്രത്തെ ഇത്തരമൊരു വിശേഷണത്തിൽ ഒതുക്കാം. തിരുവനന്തപുരം നഗരത്തിലെ അതിപുരാതനമായ ശിവക്ഷേത്രമാണ് നീറമൺകര ശിവക്ഷേത്രം. തമ്പാനൂരിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമേ നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൂ. തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ നീറമൺകര ജംഗ്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാലുടൻ ക്ഷേത്രം കാണാൻ കഴിയും. അനന്തപുരിയുടെ ജീവവാഹിനിയായിരുന്ന കരമനയാറിന്റെ തീരത്തായിരുന്നു നീറമൺകര മഹാദേവ ക്ഷേത്രം. കാലപ്രവാഹത്തിൽ നദിക്കും ക്ഷേത്രത്തിനുമിടയിലുള്ള സ്ഥലം ജനവാസ സ്ഥലമായി മാറി. പുരാതന കാലത്ത് മനുഷ്യർ കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് കരമന. ശ്രീ പരശുരാമൻ വീണ്ടെടുത്ത 64 പ്രാട്ടരദേശങ്ങളിൽ ഒന്നാണ് കരമനയെന്നും വിശ്വാസമുണ്ട്. ഐതിഹ്യം കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും പണ്ടുമുതലേ കരമന പ്രസിദ്ധമെന്ന് വ്യക്തം. നീറമൺകര ഹർ ഹൈനസ് മഹാറാണി സേതു പാർവതിബായി NSS വനിതാ കോളേജിലേക്ക് പോകുന്ന പാതയോട് ചേർന്ന് കിഴക്കാണ് ക്ഷേത്രക്കുളം. അത് കഴിഞ്ഞാലുടൻ ക്ഷേത്ര കമാനം. ചില കൂറ്റൻ കരിങ്കൽ തൂണുകൾ ക്ഷേത്രപ്പറമ്പിൽ കിടക്കുന്നത് കാണാം. പുരാവസ്തു സംരക്ഷിതം എന്നെഴുതിയ കരിങ്കൽ തൂണുകളിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പഴക്കം മനസ്സിലാക്കാം. സംസ്ഥാന സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം എന്ന അറിയിപ്പ് ക്ഷേത്ര കവാടത്തിലുമുണ്ട്.
ഹൈന്ദവ വിശ്വാസികളുടെ മഹത്തായ പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം. 18 പുരാണങ്ങളിൽ പ്രശസ്തമായതും 4-ാം സ്ഥാനം അലങ്കരിക്കുന്നതുമായ ശിവപുരാണത്തിലെ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഭഗവാന്റെ സവിധമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ. അനന്തപുരിയിലെ ശിവക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ നന്ദികേശൻ മുന്നിൽ നിൽക്കുന്നു. നന്ദികേശനെ പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചാണ് ഭക്തർ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്താണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ നന്ദി പുറത്താണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പലരും പറഞ്ഞു കേട്ട കഥകളാണ്. ഈ നന്ദി ഇവിടെ ചുറ്റി മേയാൻ പോവുകയും അത് പൂജ സമയത്ത് കറക്റ്റായിട്ട് അകത്ത് കിടത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നീ ഇനി പുറത്ത് കിടന്നാൽ മതിയെന്ന് പറയുന്നു. അതാണ് ഈ കാണുന്ന നന്ദിയുടെ പ്രതിഷ്ഠ. എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്തായിരിക്കും. പക്ഷേ ഭഗവാന്റെ നടയിൽ നന്ദി പുറത്താണ് ഇരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ടതാണ്. നന്ദിയോട് ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പലരും ഇവിടെ അനുഭവസ്ഥനാണ്. ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാൻ ശക്തിയും ധൈര്യവും നൽകുന്നു ഈ മഹാദേവൻ. ഞാനിവിടെ വന്നിട്ട് 3.5 പതിറ്റാണ്ടായി. 2 ഘോരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. എന്നിട്ടും നീറമൺകര നിവാസികൾക്ക് വലിയ നഷ്ടമുണ്ടായില്ല. അതിന് കാരണം നീറമൺകര മഹാദേവനാണ്. നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേത് സ്വയംഭൂവായ ശിവലിംഗമെന്നാണ് വിശ്വാസം. യോഗസ്ഥാനമൂർത്തി രൂപത്തിലുള്ള പ്രതിഷ്ഠ എന്നതും മറ്റൊരു പ്രത്യേകത. സ്വയംഭൂവായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കമോ ഐതിഹ്യമോ കൃത്യമായി പറയാൻ കഴിയില്ല. സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കാലപ്പഴക്കം ഊഹിക്കാവുന്നതാണ്. ഭഗവാന്റെ ഈ സ്വയംഭൂ അവതാരത്തിന് പല മാനങ്ങളുണ്ട്. നിസ്സംഗത, ശാന്തി, ലാളിത്യം, സ്നേഹം, വരദാനങ്ങൾ, കല എന്നിവയുടെ എല്ലാം തീക്ഷ്ണഭാവമാണ് ശ്രീ പരമേശ്വരൻ. സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമഭാവം. വിശ്വസിക്കുന്ന ദേവൻ, വിശ്വസിക്കാവുന്ന ദേവൻ, വിശ്വസിക്കപ്പെടേണ്ട ദേവൻ, അതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവാൻ. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ശ്രീകോവിലിന് മുന്നിലായി കൽമണ്ഡപം. കൽമണ്ഡപത്തിൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെയുള്ള വേദസൂക്ത പാരായണം ക്ഷേത്രത്തിന്റെ ആത്മീയ പാരമ്പര്യം വ്യക്തമാക്കുന്നു. നമ്മുടെ ശിവക്ഷേത്രം നിലവിൽ വന്നത് 14-ാം നൂറ്റാണ്ടിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും, കാരണം ഈ ക്ഷേത്രത്തിൻ്റെ കിടക്കുന്ന ചില ശിലാവിഗ്രഹങ്ങൾ അത് കാലം തെളിയിക്കുന്നുണ്ടത്. എനിക്കൊരു ആക്സിഡൻറ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ
3/4 മണിക്കൂർ അല്ല 3.5 മണിക്കൂർ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ നിറമങ്കര ശിവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ദേവീ സമേതനല്ലാതെ ശിവൻ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം. ഇത്തരം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ ഭക്തർക്ക് മോക്ഷമാർഗം ചൊരിയുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഭൗതിക നേട്ടങ്ങളെക്കാൾ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ചിന്തകളാണ് ഇവിടെ ശക്തമാകുന്നത്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ. ജീവിതത്തിലെ വിഘ്നങ്ങൾ മാറിക്കിട്ടാൻ ഇവിടെ മുടങ്ങാതെ ഗണപതി ഹോമം ഭക്തർ നടത്തിവരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രനടയാണ്. മഹാവിഷ്ണുവിന് ഈ അമ്പലത്തിൽ പ്രത്യേക പ്രാധാന്യമാണുള്ളത്. അതിനു മുന്നിലായി നാമമണ്ഡപം. മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് വടക്കുമാറിയാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ. ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. ഇതിന് തൊട്ടരികിലായി നാഗദേവതകളെയും കുടിയിരുത്തിയിരിക്കുന്നു. ഉപദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജാക്രമങ്ങളാണ് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. ദൈവീക മാനുഷിക യാഗങ്ങളാണ് ഇവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെള്ളായണി സബ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം. കുംഭത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ധനുമാസത്തിലെ തിരുവാതിര, എല്ലാ മാസങ്ങളിലെയും പ്രദോഷം എന്നിവയും ഇവിടുത്തെ പ്രധാന ദിവസങ്ങളാണ്. നൃത്തസംഗീതങ്ങൾക്കൊപ്പം ഓം നമശിവായ മന്ത്രങ്ങൾ കൊണ്ടും ഭക്തർ മോക്ഷദായകനായ ഭഗവാനെ ശിവരാത്രി നാളിൽ ആരാധിക്കുന്നു. മഹാരുദ്രവും മഹാരുദ്രയജ്ഞവും മഹാരുദ്ര ശമകവും വേദമന്ത്രങ്ങളെല്ലാം ഉപദേശിച്ചും വേദമന്ത്രങ്ങളെല്ലാം പഠിച്ചും പഠിപ്പിക്കുകയും ചെയ്യുന്ന നീറമൺകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വർഷം തോറും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് നടന്നു വരാറുണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാ മാസവും കറുത്തപക്ഷവും വെളുത്തപക്ഷവും പ്രദോഷ പൂജയും നിത്യപൂജകളും നടന്നു വരാറുണ്ട്. പൂർണ്ണമായും കരിങ്കലിൽ തീർത്തതും വൃത്താകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ. പുറമേ വൃത്താകൃതിയിലും ഉള്ളിൽ ചതുരാകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള അത്യപൂർവ ശ്രീകോവിലാണ്. മുക്കാൽവട്ടം എന്ന് വിളിക്കുന്ന ഈ മാതൃകയിലുള്ള ക്ഷേത്ര നിർമ്മാണം സാന്ധാരം എന്നും അറിയപ്പെടുന്നു. ഇത്തരം പ്രത്യേകതകളോടെ നിർമ്മിക്കപ്പെട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരത്തിലെ പ്രതിമകൾ പുരാതന ശില്പവൈദഗ്ധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാം. ഇത് കണക്കിലെടുത്താണ് 1940 തന്നെ തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രത്തെയും പരിസരത്തെയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് ഈ ക്ഷേത്രം. പുരാവസ്തുവിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും പൂജകൾക്കും ചടങ്ങുകൾക്കും തടസ്സമൊന്നുമില്ല. ത്രിമൂർത്തികളും 33 ദൈവങ്ങളും കുടികൊള്ളുന്ന ഭാരത പുണ്യഭൂമിയിൽ ദേവചൈതന്യവും സാന്നിധ്യവും കൊണ്ട് കാലാകാലങ്ങളായി ഭക്തരെ അനുഗ്രഹിക്കുന്ന ദേവസവിധമാണ് നീറമൺകര ശ്രീ മഹാദേവ ക്ഷേത്രം. പഞ്ചാക്ഷരി മന്ത്രത്താൽ പവിത്രമായ ഈ ക്ഷേത്രഭൂമിയിലെത്തുന്നവർക്ക് സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ യോഗസ്ഥാനനായി വാഴുന്നു.